ഇതിനിടെ എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ പത്രിക സമർപ്പിക്കും. उस विशेष बैठक में एनडीए घटक के सभी राजनेता, सांसद, मंत्रीगण उपस्थित थे और आज जब नामांकन की प्रक्रिया पूरी हो रही है, एनडीए के उपराष्ट्रपति पद के उम्मीदवार के रूप में CP राधाकृष्णन के, तो उस समय भी प्रधानमंत्री, राष्ट्रपति, गृह मंत्री और अन्य केंद्रीय मंत्रियों के साथ साथ एनडीए घटक के भी मंत्रीगण, सांसद इस अवसर पर उपस्थित हैं. बीस अक्टूबर 1957 को तिरुपुर, तमिलनाडु में जन्म लेने वाले CP राधाकृष्णन, उनका एक लंबा अनुभव है, 4 दशक से ज़्यादा का, 4 दशक से ज़्यादा के अपने इस राजनीतिक करियर में वो സുമോദ്, ഈ പത്രിക ആർക്കാണ് സമർപ്പിച്ചത്? രാജ്യസഭയിലെ സെക്രട്ടറി ജനറലാണ് വരണാധികാരി. അദ്ദേഹത്തിനാണ് ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാരും ഘടകകക്ഷി നേതാക്കന്മാരും അടക്കമുള്ളവരാണ് ഇപ്പോൾ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. പത്രിക സമർപ്പിച്ചതിന് ശേഷം പത്രികയുടെ ഒരു പ്രാഥമികമായ ഒരു അവലോകനം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആ ഓഫീസിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇതുകൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ഉള്ളത്. മാത്രമല്ല, നേരത്തെ ഈ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കന്മാരെല്ലാവരും ഈ ചിരാഗ് പാസ്വാൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണത്തിലായിരുന്നു. പക്ഷേ ഈ പത്രിക കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ TDP, JDU നേതാക്കന്മാർ അടക്കം അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഇപ്പോൾ CP രാധാകൃഷ്ണൻ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്.